ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 4th ചാപ്റ്ററിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ്. നമുക്കറിയാം പ്രോഫിറ്റ് ലഭിക്കുന്നത് ആർക്കായിരിക്കും? പ്രൊഡ്യൂസർക്കാണ് അല്ലേ? ഏതൊരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും ഏതൊരു പ്രൊഡ്യൂസറിൻ്റെയും എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് every production unit is to maximize its profit. When the products are sold in the market and the producer's profit reach the maximum, it is called equilibrium. Products മാർക്കറ്റിൽ വിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വിലിബ്രിയത്തിലോട്ട് എത്തും. അതായത് ഒരു സന്തുലനാവസ്ഥയിൽ എത്തും. അതായത് അവരുടെ പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അവർക്ക് വരുമാനം കിട്ടുന്നു, അതവർ തൃപ്തിപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. അവിടെയായിരിക്കും ഇക്വിലിബ്രിയം എന്ന് പറയാം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയാം. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിൻ്റെ അകത്ത് ആ ഒരു പൊസിഷനിൽ ഒരിക്കലും പ്രൊഡ്യൂസർ അയാളുടെ പ്രോഡക്റ്റുകളുടെ അളവ് വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ താല്പര്യം കാണിക്കില്ല. കാരണം ആ ഇക്വിലിബ്രിയം എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അതാണ്. അതായത് അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമത്തിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സമയമാണത്. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല, അതുപോലെ തന്നെ അളവ് കുറയ്ക്കാനും താല്പര്യം കാണിക്കുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുമ്പോഴാണ്, റവന്യൂ കിട്ടുമ്പോഴാണ് എന്ത് വരിക? നമുക്കത് പ്രോഫിറ്റായിട്ട് മാറാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഈസ് കോൾഡ് പ്രോഫിറ്റ്. That profit can be written as pi equal to TR minus TC. ഈ പൈ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിനെയാണ്. അതായത് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് പറയാ? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി എപ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം? ഈ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉണ്ടാവുക, അതായത് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും കൂടുതൽ ഡിഫറൻസിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഒരു പ്രൊഡ്യൂസർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവുക. ആ ഒരു പൊസിഷനിലാണ് പ്രൊഡ്യൂസർ എന്തിലെത്തുക? ഇക്വിലിബ്രിയത്തിലോട്ട് എത്തുക, അഥവാ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുക. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ എവിടെയാണ് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമത്തിലാവുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 3 കണ്ടീഷൻസ് പഠിക്കണം. അതിൽ ഫസ്റ്റ് വൺ, ഒന്നാമത്തേത് നമുക്ക് കണ്ടീഷൻസിൽ ഫസ്റ്റ് വൺ MC ഈക്വൽ ടു MR, മാർജിനൽ കോസ്റ്റും മാർജിൻ റവന്യൂ തുല്യമാവണം. രണ്ടാമത്തെ കണ്ടീഷൻ MC കർവ് കട്ട് MR കർവ് ഫ്രം ബിലോ. MC കർവ് MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം. അതായത് MC ഈസ് നോൺ ഡിക്രീസിങ്. ഇൻ ദ തേർഡ് പോയിന്റ്, the third condition has 2 parts. In the short run, price must be greater than or equal to ABC. Average variable കോസ്റ്റിനേക്കാൾ കൂടുതലോ തുല്യമോ ആയിരിക്കണം എന്ത്? പ്രൈസ്. Then and in the long run എന്തായിരിക്കും? പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AC, ആവറേജ് കോസ്റ്റിന് തുല്യമോ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതലോ ആയിരിക്കണം നമ്മുടെ പ്രൈസ്. അപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് മാക്സിമൈസേഷനിലെത്തുക. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ആണ് ഈ 3 ഇനി നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? MC ഈക്വൽ ടു MR എന്നുള്ള പോയിന്റ് ആണ്. അതായത് എവിടെയാണ് നമ്മുടെ മാർജിൻ റവന്യൂ മാർജിൻ കോസ്റ്റും തുല്യമാകുമ്പോൾ എവിടെയാണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക? നമുക്കൊരു ഡയഗ്രമൊക്കെ വരച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർജിനൽ റവന്യൂ കർവ് നമുക്കറിയാം അല്ലേ? നമ്മൾ മാർജിൻ റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്? പാരലൽ ടു ദ എക്സ് ആക്സിസ് അല്ലേ? എന്തായാലും മാർക്കിന് അല്ല പ്രോഡക്റ്റിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് കർവ്. D എന്നുള്ള പോയിന്റിൽ മാർജിൻ റവന്യൂ മാർജിൻ കോസ്റ്റും ഈക്വൽ ആവുകയാണ്. ഈ ഒരു പോയിന്റിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാർജിൻ റവന്യൂ നമ്മളെ മാർജിൻ കോസ്റ്റും ഈക്വൽ ആവുന്നുണ്ട്. ഇനി E എന്നുള്ള ഈ പോയിന്റിലോ ഇവിടെയും നമ്മളെ മാർജിൻ റവന്യൂ മാർജിൻ കോസ്റ്റും ഈക്വൽ ആവുന്നുണ്ട്.
അപ്പൊ നമ്മുടെ മുന്നിൽ ഇവിടെ ഏത് പൊസിഷനിലായിരിക്കും നമ്മുടെ പ്രൊഡ്യൂസർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഏത്? ഡി എന്നുള്ള പോയിന്റിൽ. ഡി എന്നുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? താഴത്തോട്ടാണ് അല്ലെ, കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്തെങ്കിലും ഒരു സാഹചര്യം ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു പ്രൊഡ്യൂസർ ഒരു എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ടും കൂടെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വെക്കുക. ഒരു യൂണിറ്റ് കൂടുതൽ ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കി നോക്കിയേ, ഇത്രയും ഭാഗേ നമുക്ക് എന്ത് വരുന്നുള്ളൂ? നമുക്ക് എന്ത് വരുന്നുള്ളൂ? കോസ്റ്റ് വരുന്നുള്ളൂ. ഇത്രയും ഭാഗം കൂടുതൽ എന്ത് തന്നെയാണ്? റവന്യൂ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കോസ്റ്റ് എന്തിനേക്കാൾ കുറവാണ്? റവന്യൂവിനേക്കാൾ കുറവാണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസർക്ക് ഒരു അധിക ചെലവ് അതിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനത്തേക്കാൾ കുറവാണ്. മാർജിനൽ റവന്യൂ എക്സീഡ്സ് ദ മാർജിനൽ കോസ്റ്റ്. അതുകൊണ്ട് പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യാനേ താല്പര്യം കാണിക്കുള്ളൂ. കാരണം അയാൾക്ക് വരുമാനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ്? പ്രോഫിറ്റ് കിട്ടുക എന്നാണ്. കോസ്റ്റിനേക്കാൾ ഒരു എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവിനേക്കാൾ കൂടുതൽ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങും? വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് ഈ പോയിന്റ് എത്തി നിൽക്കുമ്പോൾ അവിടെ പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദെൻ മാർജിൻ റവന്യൂ മാർജിനൽ കോസ്റ്റും എന്ത് തന്നെയാണ്? ഈക്വൽ ആയിട്ട് തന്നെയാണ് അവിടെയും വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഇനി ഈടെ അപ്പുറം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെക്കുക. ഇവിടെ ആരാ കൂടുതൽ? കോസ്റ്റാ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പ്രൊഡ്യൂസർ നഷ്ടമാണ്. റവന്യൂ കുറവ് അല്ലേ, വരുമാനം കുറവ്, ദെൻ കോസ്റ്റ് കൂടുതൽ. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യോ? ഒരിക്കലും ഇല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പോയിന്റ് ഏതായിരിക്കും? അയാൾക്ക് ഈ എന്നുള്ള പോയിന്റ് ആയിരിക്കും. അപ്പോൾ MC = MR എന്നുള്ള ഈ പോയിന്റ് ആണ് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ്റെ അകത്ത് പറയണത്. രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? MC കർവ് എവിടുന്ന് ഛേദിക്കണം? കട്ട് എവിടെ? MR ഫ്രം എവിടുന്ന്? ബിലോ അല്ലെ, താഴെ നിന്ന് കട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ്? അത് മുകളിൽ നിന്നാണ് കട്ട് ചെയ്യണത്. പക്ഷെ ഇവിടെയോ ഡി എന്നുള്ള പോയിന്റ് നോക്കി നോക്കിയേ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ MC കർവ് MR കർവിനെ താഴെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് കുറവ്, കോസ്റ്റാണ് റവന്യൂവിനേക്കാൾ കൂടുതൽ അല്ലെ, റവന്യൂവിനേക്കാൾ കൂടുതൽ കോസ്റ്റാണ്. അപ്പൊ ഈ ഡി പോയിന്റിൽ ഒരിക്കലും എന്തില്ല? ഇക്വിലിബ്രിയം വരില്ല. ദെൻ അവിടെ നേരെ മറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കണ്ടീഷൻ നോക്കൂ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാർജിനൽ കോസ്റ്റ് കർവ് താഴെ നിന്നാണ് നമ്മളെ ആരിനെ കട്ട് ചെയ്യുന്നത്? നമ്മുടെ MR കർവിനെ കട്ട് ചെയ്യണത്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. കാരണം എന്തുകൊണ്ടാ? ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യണത്? ഇവിടെ നിന്ന് പിന്നെ കോസ്റ്റ് കൂടുകയാണ്. ഇവിടേക്കൊക്കെ എത്തുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നുണ്ട്? റവന്യൂവിനേക്കാൾ കൂടുതൽ കോസ്റ്റ് വരും. ദെൻ ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് കൂടി വരികയാണെങ്കിലും ഇവിടെ റവന്യൂ അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻ നമ്മൾ പഠിക്കാനുള്ള വേറെ രണ്ട് കണ്ടീഷൻ എന്താണ്? നമുക്ക് ഷോർട്ട് റണ്ണിന്റെ കേസാണ്. ഷോർട്ട് റണ്ണിന്റെ കേസിൽ മൂന്നാമത്തേൽ ഒന്നാമത്തെ ഭാഗം എന്താണ്? ഷോർട്ട് റണ്ണിലാണ്. ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകം നമുക്കറിയാം, പ്രൈസ് എപ്പോഴും എന്തിനായിരിക്കും? AVCനേക്കാൾ കൂടുതലോ AVCക്ക് തുല്യമോ ആയിരിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. ദെൻ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരിക്കലും പ്രൈസ് AVCക്കും താഴെ വരുന്ന ഒരു കണ്ടീഷനിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെ പ്രൊഡക്ഷൻ നടത്താൻ താല്പര്യം കാണിക്കുന്നില്ല. പ്രൈസ് എപ്പോഴും എന്ത് ചെയ്യണം? താഴെ മുകളിലോട്ട് നിൽക്കുമ്പോൾ മാത്രമേ, കോസ്റ്റിനേക്കാൾ കൂടുതൽ പ്രൈസ് നിൽക്കണം. അപ്പോൾ മാത്രമേ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുള്ളൂ? പ്രൊഡക്ഷൻ നടത്താനും ദെൻ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നോക്കാം. പ്രൈസ് എന്താണ്? പ്രൈസ് ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? SMC ഷോർട്ട് റൺ ആയതുകൊണ്ട് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ദെൻ AVC. ഇപ്പം നമുക്ക് OQ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഔട്ട്പുട്ട് OQ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് ഏത് പ്രൈസിന്? OP പ്രൈസിന്. ഇത് പ്രൈസ് ലൈൻ ആണ് കേട്ടോ, അത് പ്രൈസാണ്. അഥവാ ഇതിന് മാർജിൻ റവന്യൂ ഇതൊക്കെ പറയും. എന്ത് ചെയ്യുന്നുണ്ട്? OP പ്രൈസിന് OQ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുമ്പോൾ ദെൻ നമുക്ക് ടോട്ടൽ റവന്യൂ കാണാം. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റവന്യൂ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. പ്രൈസ് എന്താ? OP അല്ലേ, OP ഇൻറ്റു OQ. എത്ര കിട്ടി? OPSQ. ഈ റെക്റ്റാങ്കിൾ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമ്മളെ ടോട്ടൽ റവന്യൂവിന്. OPSQ നമ്മളെ ഈ റെക്റ്റാങ്കിൾ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമ്മുടെ ടോട്ടൽ റവന്യൂവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നോക്കി നോക്കൂ, ഈ പ്രൈസിന്റെ മുകളിലാണ് നമ്മുടെ ആരുള്ളത്? ആവറേജ് വാരിയബിൾ കോസ്റ്റ്
നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാത്തതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ദെൻ ഇനിയിപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത്രയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് വരികയാണ് അല്ലേ. അതായത് OTRS ഇതാണ്. അപ്പം നമുക്ക് ആവറേജ് വാരിയബിൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കാണാമല്ലോ. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഇൻറ്റു ഔട്ട്പുട്ട്. ഏതായിരിക്കും ആവറേജ് വാരിയബിൾ കോസ്റ്റ്? OT ഇൻറ്റു OQ. ഏതായിരിക്കും? OTRQ. OTRQ അല്ലേ. ഈ റെക്റ്റാങ്കിൾ എന്തിനു സൂചിപ്പിക്കുന്നതാണ്? നമുക്ക് ആവറേജ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആണ്. ദെൻ ഈ റെക്റ്റാങ്കിളോ ഇപ്പൊ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആരേക്കാൾ കൂടുതലാണ്, റവന്യൂനേക്കാൾ കൂടുതലാണ് എന്ത്, കോസ്റ്റ് എന്ന് മനസ്സിലായി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇത് തന്നെയാണ് അതിന്റെ നഷ്ടം. ഇനിയിപ്പോൾ നമുക്കിത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലേ. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇത്രയും കോസ്റ്റ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റും കൂടുക, ദെൻ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി അയാൾ സഹിക്കേണ്ടതായിട്ട് വരും. പ്രൊഡക്ഷൻ നടത്തി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അത് അല്ലേ. പ്രൊഡക്ഷൻ നടത്തിയാലും ഇല്ലെങ്കിൽ എന്ത് വേണ്ടി വരും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരു പ്രൊഡ്യൂസർ വഹിക്കുന്ന ചെലവാണ്. അപ്പം അതെന്തായാലും അയാൾക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം പ്രൊഡക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ റവന്യൂ ഉണ്ടാവില്ല. അതായത് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കണം, ഔട്ട്പുട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വിൽക്കാൻ പറ്റുള്ളൂ. ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോഴേ നമുക്ക് എന്ത് ഉപയോഗിക്കുള്ളൂ, വാരിയബിൾ ഇൻപുട്സുകൾ ഉപയോഗിക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്ത് വരിക, വാരിയബിൾ കോസ്റ്റ് വരിക. അപ്പം ഔട്ട്പുട്ട് സീറോ ആവുന്ന സാഹചര്യത്തിൽ ടോട്ടൽ റവന്യൂ ഉണ്ടാവില്ല, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്ത് സഹിക്കേണ്ടതായിട്ട് വരും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ നടത്തിയാൽ ഇല്ലെങ്കിലും പ്രൊഡ്യൂസർ കൊടുക്കുന്ന ചെലവാണ് ടോട്ടൽ, പ്രൊഡ്യൂസർ വഹിക്കുന്ന ചെലവാണെന്ത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഈ കർവ് മുകളിലാക്കി വരികയാണെങ്കിൽ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് കർവ് കൂടുതലാവുകയാണെങ്കിൽ ഓൾറെഡി എന്തായിരിക്കും, അതായത് പ്രൊഡ്യൂസർക്ക് അല്ല പ്രൊഡക്ഷൻ യൂണിറ്റിന് എന്തായിരിക്കും, നഷ്ടമാണ്. ഇനിയിപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഏതാണ്, OPSQ പ്ലസ് TFC അല്ലേ. നമുക്കറിയാം പ്രോഫിറ്റ് കാണുന്ന ഇക്വേഷൻ എന്താ, TR മൈനസ് TC. TR ഏതാ അവിടെ, OPSQ അല്ലേ, മൈനസ് TCയുടെ സ്ഥാനത്തേക്ക് ആര് വന്ന്, TVC അല്ലേ. TVC എന്ത് വരുന്നുണ്ട്, OTRQ മൈനസ് TFC അല്ലേ. TCയുടെ സ്ഥാനത്തേക്ക് നമുക്കറിയാലോ എന്ത് ചെയ്യുന്നുണ്ട്, TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVC പ്ലസ് TFC ആണ് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇത്രത്തോളം നഷ്ടം ഒരു പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് സീറോ ആവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ റവന്യൂ എന്തായിരിക്കും, സീറോ ആവും. ടോട്ടൽ വാരിയബിൾ കോസ്റ്റും എന്താണ്, സീറോ ആവും. പക്ഷേ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്രൊഡ്യൂസർ വഹിക്കേണ്ടതായിട്ട് വരും ചെയ്യും. അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, പ്രൈസ് ദെൻ എന്തിനേക്കാൾ AVCക്ക് താഴെയാവുമ്പോൾ, പ്രൈസ് AVCക്ക് താഴെയാവുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അതായത് ലോസ് ആയിരിക്കും പ്രൊഡക്ഷൻ യൂണിറ്റിന് ഉണ്ടാവുക. ഇനി ഈ AVC എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് തുല്യമാവാന്ന് വയ്ക്കാം. AVC എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിന് തുല്യമാവാണ്. അത് ഏതിന് തുല്യം, നമ്മളെ ഈ പിന്നെ പ്രൈസിന് തുല്യമാണ്. പ്രൈസിന് തുല്യമാണ് AVC എങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസർക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാത്രം സഹിച്ചാൽ മതി. ഇതിന്റെ മുകളിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വാരിയബിൾ കോസ്റ്റിന്റെ വരും, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും ലോസ് ആയിട്ട് അയാൾക്ക് സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും എന്ത് ചെയ്യുന്നില്ല, ആവറേജ് വാരിയബിൾ കോസ്റ്റിന്റെ മുകളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, പ്രൈസ് ആവറേജ് വാരിയബിൾ കോസ്റ്റിന്റെ താഴെ ഫിക്സ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താൻ തയ്യാറാവില്ല. അതാണ് ഇതിന്റെ ഷോർട്ട് റണ്ണിന്റെ കേസ്. ഇത് തന്നെയാണ് നമുക്ക് എവിടെയും വരിക, ലോങ് റണ്ണിന്റെ കേസിലും വരിക. ലോങ് റണ്ണിൽ പ്രത്യേകത എന്താണ്, ലോങ് റണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് റണ്ണിൽ എന്താണ്, പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AC അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AC. അതായത് ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ത് നടത്താൻ തയ്യാറല്ല എന്നാ പറയണത്, പ്രൈസ് ACയുടെ താഴെ പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താൻ തയ്യാറാവില്ല. എന്തുകൊണ്ട്, നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് OP പ്രൈസിന് MC, LRMC ലോങ് റൺ ആയതുകൊണ്ട് LRMC OQ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്.
ഓക്കെ, ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പോൾ ഒ പി ഇൻറ്റു ഒ ക്യു എന്ത് വരും? ഒ പി ഇ ക്യു വരും. ഓക്കെ, ടോട്ടൽ റവന്യൂ. ഇനി ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് എടുക്കുകയാണ്. ആവറേജ് കോസ്റ്റ് ഉണ്ടോ? ആവറേജ് കോസ്റ്റ് ORSQ. കാരണം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇവിടെ അറിയാലോ എന്താണ്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് TR എന്നുള്ള കാര്യം അറിയാലോ. ദെൻ AC ഇൻറ്റു Q എന്തായിരിക്കും? OR ഇൻറ്റു OQ ഈക്വൽ ടു എന്തായിരിക്കും? ORSQ. ഓക്കെ, ഇനി അത് പ്രോഫിറ്റിലോട്ട് എത്തുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. എങ്ങനെ വരും? ടോട്ടൽ റവന്യൂ ഏതാണ്? OPEQ മൈനസ് എന്ന് വരും ORSQ. എന്തായിരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ്? PRSE. കണ്ടോ? ഇത്രയും പോർഷൻസ് പ്രൊഡ്യൂസർക്ക് എന്ത് വരികയാണ്? ലോസ് വരും. കാരണം ഉണ്ടാ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? AVCയുടെ താഴെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ കിട്ടും. ഇനി നേരെ മറിച്ച് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് AVCക്ക് ഒപ്പാണ് നമ്മൾ ഫിക്സ് ചെയ്തതെങ്കിൽ, AVCക്ക് ഒപ്പാണെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ അറിയാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നോ ലോസ് നോ പ്രോഫിറ്റ് പോയിന്റ് ആണ്. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നമുക്ക് OPEQ വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടൽ റവന്യൂ എന്താണ്? OPEQ ആണ്. ടോട്ടൽ കോസ്റ്റോ അതും OPEQ ആണ് അല്ലേ? അവിടെ എന്തില്ല? അതായത് അവിടെ എന്തില്ല? കോസ്റ്റ്, അതായത് പ്രോഫിറ്റും ഇല്ല, അതേപോലെ തന്നെ എന്തും ഇല്ല, ദെൻ ലോസും ഇല്ല. അപ്പം ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ നോ ലോസ് നോ പ്രോഫിറ്റ് പോയിന്റ് ആണ്. നോ ലോസ് അല്ലേ? നോ പ്രോഫിറ്റ്. ഓക്കെ, ലോസും ഇല്ല, അതുപോലെ തന്നെ പ്രോഫിറ്റും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴും പ്രൊഡക്ഷൻ എന്ത് ചെയ്യാം? ഒരു പ്രൊഡ്യൂസർ കണ്ടിന്യൂ ചെയ്യാം. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? പ്രൈസ് ഈക്വൽ ടു AC എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, പ്രൈസ് മുകളിലേക്കോ പ്രൈസ് തുല്യമോ ആവുമ്പോൾ എന്ത് ചെയ്യാം? പ്രൊഡ്യൂസർക്ക് താല്പര്യം ഉണ്ടായിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, ശരി.